എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിതിനകത്ത് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് മാറാതെയും ഇതിൻ്റെ മണമൊക്കെ പോകാണ്ട് നമുക്ക് കുറേ നാൾ ഇതിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് രണ്ടും തുല്യ അളവിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇഞ്ചി സെപ്പറേറ്റ് അരച്ച് വെക്കണം, വെളുത്തുള്ളി സെപ്പറേറ്റ് അരച്ച് വെക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ബാക്കിയുള്ള മെത്തേഡ് അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ആദ്യം തന്നെ ഈ ഇഞ്ചിയുടെ തൊലി ഒന്ന് കളയണം. അതിനായിട്ട് ഇതുപോലെ ഷാർപ്പ് എഡ്ജുള്ളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടിയാൽ നമുക്ക് അതിൻ്റെ തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. നമ്മളൊരു കത്തി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വേസ്റ്റ് ആവാണ്ട് നന്നായിട്ട് തന്നെ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതായത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴായിരിക്കും മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നത്, അല്ലെങ്കിൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഉപ്പ് ഒരു പ്രിസർവേറ്റീവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് പൂപ്പലൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് മാറാതിരിക്കാനാണ്. സാധാരണ നമ്മളിത് കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്നാൽ തന്നെ ഇതിൻ്റെ കളറ് മാറാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ മുഴുവനും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട, 1 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന അനുസരിച്ച് അരയാതെ വരുമ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഏത് പാകത്തിനാണോ ഇഷ്ടം അതുപോലെ അരച്ചെടുത്താൽ മതിയാവും. ചിലർക്ക് തരിതരിപ്പായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് നന്നായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എപ്പോഴും ഇതുപോലെ ചെയ്തു വെക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രത്തിലോ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും അത് ഫ്രഷ് ആയിട്ട് കുറച്ച് കൂടുതൽ നാൾ നിൽക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതൊരു 2 ആഴ്ച വരെ കേടുകൂടാണ്ടിരിക്കും. പക്ഷേ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ 1 ആഴ്ച വരെ വെക്കുന്നതായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ വെക്കുന്നത് അത്ര നന്നാവില്ല. 1 ആഴ്ചയിൽ കൂടുതൽ വെച്ചാൽ ഇത് കേടായി പോകത്തൊന്നുമില്ല. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ 1 ആഴ്ചത്തേക്കുള്ള ആവശ്യത്തിനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതിൽ കൂടുതലാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രീസറിൽ തന്നെയാണ് വെക്കുന്നത്, ഫ്രിഡ്ജിൽ വെക്കാറേ ഇല്ല. അപ്പോൾ ഫ്രീസറിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് സെക്കൻഡ് മെത്തേഡ്. ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കാനുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 75 ഗ്രാം ഇഞ്ചിയും 75 ഗ്രാം വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ചെറിയൊരു ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഞാനിപ്പോൾ കുപ്പികളിലാണ് ആക്കി വെക്കുന്നതെങ്കിൽ ഫ്രീസറിൻ്റെ സൈഡിലത്തെ ഡോറിലായിരിക്കും വെക്കുന്നത്. അല്ലാതെ ഇതുപോലെ ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഡീപ്പ് ഫ്രീസ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ 2 ദിവസം ഡീപ്പ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ട് അരച്ചേക്കുന്ന കാരണം ഇത് കട്ടിയാവില്ല. കട്ടിയാവില്ല എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോൾ കല്ല് പോലെ ആവില്ലേ, അതുപോലെ ഇത് വരത്തില്ല. ജസ്റ്റ് ഒന്ന് ഐസ് പിടിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ടിട്ട് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നൈഫ് കൊണ്ടിട്ട് അതിനകത്തൊന്ന് വരയാൻ പറ്റും അതുപോലെ. അപ്പോൾ അത് ഒരിക്കലും ഒരു കട്ടിയായി ഐസ് പിടിച്ച് അങ്ങനെ ഇരിക്കില്ല, നമുക്കിത് കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ എടുത്ത് കറികളിൽ ഉപയോഗിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ അധികം ഐസൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞു പൊക്കോളും. ഇതിപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ ഇത് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ കല്ല് പോലെ ആയിട്ടൊന്നുമില്ല. ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നേരത്തെ കാണിച്ച പോലത്തെ ചെറിയ ബോട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഫ്രീസറിൻ്റെ സൈഡിലത്തെ ഡോറിൽ വെക്കും. അപ്പോൾ അതും കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ അതും ഇതുപോലെ അങ്ങനെ ഐസ് പിടിക്കില്ല. പക്ഷേ കുപ്പിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ടിയായാൽ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൻ്റെ സൈഡ് ഡോറിൽ വെക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അത് വെള്ളമൊക്കെ ഐസാവുന്ന പോലെ അങ്ങനെ ഐസാവില്ല. ഇതുപോലെ തന്നെ നമുക്ക് കോരിയെടുക്കാവുന്നൊരു പാകത്തിലിരിക്കും.
അപ്പോൾ എല്ലാവരും ഈ 2 മെത്തേഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കറികളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമുക്ക് കുറേശ്ശെ അരച്ചെടുക്കാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. ഒരു 3-4 മാസം വരെയൊക്കെ അങ്ങനെ വെച്ചിരുന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടി ചെയ്തു വെക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ചെറിയ ബാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്